നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ഞാൻ സുനീഷ് തമ്പാൻ. ഇന്ന് എപ്പിസോഡ് നമ്പർ 87 ആദ്യം തന്നെ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ പറയാം. 80 86 89 70 30. ഒന്നുകൂടി പറയാം, 80 86 89 70 30. ഇതാണ് നിങ്ങൾ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ. എന്തായാലും ഇന്നത്തെ എനർജി എന്താണെന്നൊന്ന് നോക്കാം. 20/11/2024. അപ്പോൾ 20/11/2024 പറഞ്ഞാൽ 21 എനർജിയാണ്, ചന്ദ്രൻ്റെ എനർജിയാണ്. അതുപോലെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന എനർജി 3 വ്യാഴത്തിൻ്റെ എനർജിയാണ്. പൊതുവെ 2ഉം 3ഉം ഒന്നിച്ച് വരുമ്പോൾ അതൊരു നല്ല സംഖ്യയായിട്ട് വേണം കരുതാൻ. 2ഉം 3ഉം പൊതുവെ ഒരു രാജയോഗമുള്ള ഒരു സംഖ്യകളിൽ പെടുന്ന എനർജിയാണ്. അതിനകത്തുള്ള സംഖ്യകളും ഇമ്പോർട്ടൻ്റ് തന്നെയെങ്കിലും ഒരു ബേസിക് പറയുകയാണെങ്കിൽ ഒരു രാജയോഗമുള്ളതാണ്. അത് ഒരുപാട് അധികാര സ്വഭാവമുള്ളതൊന്നുമല്ല, വളരെ സോഫ്റ്റും ക്രിയേറ്റീവായിട്ടുള്ളതും അതേസമയം നന്നായിട്ട് സംസാരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായിരിക്കും. ഒപ്പം തന്നെ അവർക്ക് ക്രിയേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ് മേഖലയിലൊക്കെ അവർക്ക് ഉയർന്ന ജോലി വഹിക്കുവാൻ സാധിക്കും. അതേസമയം സോഫ്റ്റ് സ്പോക്കൺ ആൾക്കാർ ആയിരിക്കും എന്ന് ചുരുക്കം. അപ്പോൾ നമുക്ക് പറയാം, ഇടയ്ക്ക് പറയാം 20ൻ്റെ കുറച്ച് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കോളിലേക്ക് പോവാം. ഫസ്റ്റ് കോൾ വന്നിട്ടുണ്ട് നമുക്ക്. ഹലോ, നമസ്കാരം, പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നത്? പറഞ്ഞോളൂ. മോന്റെ കാര്യത്തിന് വേണ്ടിയാണ്. ഓക്കെ, മകന്റെ പേര് പറയും. നവീൻ ശശിധരൻ. നവീൻ നവീൻ VIN ആണ് അല്ലേ? അതെ അതെ, VIN ശശിധരൻ അല്ലേ? ഇനി വേറെ ഇനീഷ്യൽ വല്ലതും ഉണ്ടോ? ഇല്ല, ഇത്രയേ ഉള്ളൂ. നവീൻ ശശിധരൻ. ഡേറ്റ് ഓഫ് ബർത്ത് പറയും. നവീൻ ശശിധരൻ്റെ 24/5/2006. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ഒന്ന് ഹോൾഡ്. ഹലോ, കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 6, ലൈഫ് പാത്ത് നമ്പർ 1. 6ൻ്റെയും 1ൻ്റെ കൂടിച്ചേരൽ പൊതുവെ നല്ലതായിട്ടാണ് പറയാനുള്ളത്. ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഉയരാനും ഇതിനൊക്കെ ഉള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ഇട്ടിരിക്കുന്ന നവീൻ ശശിധരൻ എന്നുള്ള പേര് NAVIN, നവീൻ ശശിധരൻ SASIDARAN അല്ലേ? HH ഉണ്ട് അല്ലേ? ഓക്കെ, HARAN അല്ലേ? ശശിധരൻ. അപ്പോൾ അങ്ങനെയാണെങ്കിലും നമുക്കത് പറയേണ്ടത് കാലതാമസം വരുത്തുന്ന ഒരു പേരാണ്. അപ്പോൾ ബിസിനസ്സിലൊക്കെ ഓക്കെ ആണെങ്കിലും പക്ഷേ അതിന് ജീവിതത്തിൽ പല കാര്യത്തിനും കാലതാമസം, പിന്നെ അതിലെടുത്ത് പറയേണ്ടത് തടസ്സം, അതും കൂടിയാണ്. കാരണം ശനിയുടെ എനർജിയിലുള്ള പേരാണ്. 6ഉം 1ഉം പേഴ്സണാലിറ്റിയും ലൈഫ് പാത്തും. വളരെ ദോഷമല്ല എന്ന് മാത്രമേ അതിന് പറയാനുള്ളൂ. സ്ട്രഗിളിങ് ഉണ്ട് അതിന്. ഓക്കെ, ഇപ്പം H ഇല്ലാതെ നേരത്തെ ഉള്ള സമയത്താണ് ഞാൻ കരുതിയത് അതാണെങ്കിൽ 3ൻ്റെ എനർജിയില്ല, അത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എനർജിയാണ്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലതാമസം, അതങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ ആ പേരിനൊന്ന് റെഡിയാക്കുന്നത് തന്നെയായിരിക്കും നല്ലത് കേട്ടോ. അതെ, എങ്ങനെ സാറേ? അന്നേരം ഇതെല്ലാം നമ്മളുടെ സർട്ടിഫിക്കറ്റിലെല്ലാം ഈ പേരല്ലയോ? അതെ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേര് മാറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ സ്ഥലത്തും മാറ്റുന്നത് തന്നെയാണ് നല്ലത്. നമുക്ക് ജീവിതത്തിൽ ഒരു നല്ല ശക്തമായിട്ടുള്ള ഒരു ഉയർച്ചയൊക്കെ ആഗ്രഹിക്ക് പോകുമ്പോൾ അത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഈ നമുക്ക് കുട്ടിയുടെ അമ്മയുടെ പേര് വെച്ചിട്ട് നോക്കാം. ഇനീഷ്യൽ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ എന്താണ് അമ്മയുടെ പേര്? ഉഷ. യു. അപ്പം മകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവീൻ യു ശശിധരൻ എന്ന് എഴുതണം. ഇതേ സ്പെല്ലിങ് ശശിധരൻ്റെയും നവീൻ്റെ സ്പെല്ലിങ്ങിൽ I മാറ്റിയിട്ട് DE ആക്കണം. DE ആക്കണം. പിന്നെ യു ചേർക്കണം, അമ്മയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം. എന്നിട്ട് നവീൻ യു ശശിധരൻ അല്ലെങ്കിൽ നവീൻ ശശിധരൻ യു എന്നാക്കിയാലും മതി. യു ശശിധരൻ എന്നാക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മോസ്റ്റ് ലക്കിയസ്റ്റ് ഭാഗ്യദായകമായിട്ടുള്ള ഒരു പേരാകും. ഉയരങ്ങളിലേക്ക് പോകാനൊക്കെയുള്ള നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു എനർജി തന്നെ ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വെക്കാൻ കൂടുതൽ എളുപ്പമാകും, ഈസി ആവും മാനെ സംബന്ധിച്ചിടത്തോളം.
പിന്നെ വേറെ എന്തെങ്കിലും? സാറേ അപ്പൊ ഇവന് പഠിക്കുന്നതിനെല്ലാം ബുദ്ധിമുട്ടുള്ള കാര്യം. അതന്നെ ഈ കാലതാമസം, അലസത, അത് ഇതിൽ മെയിനായിട്ട് കാണുന്നുണ്ട്. അത് ആ പേരിൻ്റെ എനർജിയിലാണ്. പേരിൻ്റെ എനർജിയിൽ നമുക്ക് പറയേണ്ട ആദ്യത്തെ കാര്യമാണ് കാലതാമസം. ഞാൻ നേരത്തെ അലസത എന്നുള്ള വാക്ക് വായിൽ വന്നില്ല, അപ്പോൾ അതാണ് പറയേണ്ടത്. അലസത മെയിനായിട്ടുള്ളതാണ്. പിന്നെ കാര്യങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കാൻ പറ്റും. അത് തുടങ്ങണം. അത് ഇങ്ങനെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള താമസം വളരെയധികം ഉണ്ട്. അപ്പോൾ ഈ പൊതുവെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൻ്റെ തടസ്സം ഇല്ല എങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിനനുസരിച്ചിട്ട് നല്ല ഡേറ്റ് ഓഫ് ബർത്താണ്. അപ്പോൾ ഗവൺമെൻറ് ജോബിനൊക്കെ ശ്രമിക്കുകയാണൊക്കെ ആണെങ്കിൽ കിട്ടും. പക്ഷേ ഇതിന് തടസ്സമായിട്ടുണ്ട്. അപ്പോൾ തടസ്സം മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യം നിങ്ങളൊന്ന് ചെയ്യുക. നവീൻ എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടോ അവിടെ? ഇപ്പം ഞാൻ പറയുന്നത്. അപ്പോൾ ഓക്കെ. അപ്പോൾ VIN എന്നുള്ളത് മാറ്റിയിട്ട് DE ആക്കുക, പിന്നെ U എന്ന് കൂടി ചേർക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പേരായി ഹാപ്പി ആയിട്ട് ഉപയോഗിക്കാം. കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും. വേഗത കൂടുന്ന എനർജിയാണ്, ബുധൻ്റെ എനർജിയാണ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ അകത്തുള്ള എനർജീസ്, അതായത് മനസ്സിനെ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മറ്റുള്ളവർ എങ്ങനെ കരുതുന്നു, അതിലൊക്കെ നല്ല ബെസ്റ്റായിട്ടുണ്ട്. അപ്പോൾ ഉയരങ്ങളിലേക്കൊക്കെ പോകാനും പേരും പ്രശസ്തിയൊക്കെ വരാനുള്ള ഒരു പേരായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യുക. ഇപ്പം എന്നുള്ള ആരംഭത്തിൽ പേര് വന്നതും ദോഷമൊന്നുമില്ല, നല്ല പേരിൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ തന്നെയാണ്. പക്ഷേ ടോട്ടലാണ് അതൊരു മകനെ സംബന്ധിച്ചിടത്തോളം താമസം കൊടുക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ ഉള്ളത്. ഓൾറെഡി ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ വന്നത് ഭാഗ്യമാണ്. മനസ്സിലായോ? അത് പറയണം. അപ്പോൾ എല്ലാം പറയണമല്ലോ നമുക്ക് ഏതെങ്കിലും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യം പറയാനുള്ളത്. പേര് മാറ്റുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന് പേര് മാറ്റാൻ അത് പൂർണ്ണമായിട്ടും മാറ്റാൻ വേണ്ടിയിട്ട് അത് ഗസറ്റ് വിജ്ഞാപനമാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഗസറ്റ് വിജ്ഞാപനത്തിനെ കുറിച്ചിട്ട് അത് എല്ലാ സർട്ടിഫിക്കറ്റുമായിട്ട് നമ്മൾ ഒരു ഫോം ഓഫീസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പോയിട്ടാണ് അത് ചെയ്യേണ്ടത്. അത് ഓരോ ജില്ലയുടെയും കളക്ടറേറ്റിലാണ് ഉണ്ടാവുക അത്. അപ്പോൾ കളക്ടറേറ്റിൽ അവിടെ ഫോം ഓഫീസ്, പൊതുവേ ആ ഓഫീസിൽ നിന്നാണ് ഈ എന്താ പറയുക മതം മാറുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പൊതുവേ ചെയ്യുന്ന ഒരു ഓഫീസാണത്. അവിടെ തന്നെയാണ് പേരും മാറ്റുക. ഇതിനെക്കുറിച്ചൊരു വിശദമായിട്ട് എനിക്കറിയില്ല, എങ്കിൽ പോലും ഇതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. അപ്പം എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുള്ള കാര്യമല്ല, ഇങ്ങനെ ഞാനടക്കം ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഓക്കെ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. എന്തെങ്കിലും ഇപ്പോഴും വല്ല നിയമത്തിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ ശരി. അപ്പോൾ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പേഴ്സണാലിറ്റി നമ്പർ 6, ലൈഫ് പാത്ത് നമ്പർ 1, അങ്ങനെയാണ് വരുന്നത്. പൊതുവേ 6 1 കൂടി വരുമ്പോൾ നല്ല ശക്തമായിട്ടുള്ള കൂടിച്ചേരലാണ്. അപ്പോൾ ഈ ഒരു കൂടിച്ചേരലിൽ ഗവൺമെൻറ് ജോബ് അങ്ങനെയൊക്കെ നിഷ്പ്രയാസം നേടാൻ പറ്റുന്ന ഒരു എനർജി ഇതിലുണ്ട്. പക്ഷെ എല്ലാവർക്കും ഗവൺമെൻറ് ജോബ് ഇഷ്ടമാകണമെന്നില്ല അല്ലേ? കേരളത്തിൽ കൂടുതൽ ആൾക്കും ആണ്. പക്ഷേ ഗവൺമെൻറ് ജോബ് ചില ആൾക്കാർക്കെങ്കിലും ഒരേ കാര്യങ്ങൾ ഇങ്ങനെ വർഷങ്ങൾ പോലും ആവർത്തിക്കണം എന്നുള്ളതൊക്കെ കൊണ്ട് ചെയ്യാത്തവരുണ്ട്. കാരണം ഈ എനർജിയിൽ അങ്ങനെയാണ്. അവർ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ്. ജീവിതത്തിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നമ്മൾ എന്തെങ്കിലും ജീവിച്ച് കുട്ടികളെ അല്ലേ അങ്ങനെ ആ ഒരു റൗണ്ടിൽ പോകാതെ ഔട്ട് ഓഫ് ബോക്സ് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. തീർച്ചയായിട്ടും അവർക്കും വൈഡായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനും ഒരുപാട് ലോകം എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇവർ. അപ്പോൾ ഇവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ലഭിക്കും. ഇനി അതല്ലാതെ ലക്ഷറി ആയിട്ടുള്ള എനർജിയൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള എനർജിയാണ്. തീർച്ചയായിട്ടും അവരുടെ കാരിയറിൽ അവർ ഉയരങ്ങളിലേക്ക് പോകുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ അടുത്തൊരു കോൾ വന്നിട്ടുണ്ട്, നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഇത് കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് നിന്ന് അല്ലേ? ഓക്കെ. മകളുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. മകളുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് പറയൂ. മകളുടെ പേര് 22/10/2009. 22/10/2009. ഓക്കെ, പേര് പറയൂ. വേദ. VEDA. വേദ. എന്താണ് ഇനീഷ്യൽ അല്ലെങ്കിൽ സർനെയിം എന്താണ് കൊടുത്തിരിക്കുന്നത്? വേദ എസ് വിനു. VINU അല്ലേ? ഓക്കെ. അപ്പോൾ 22/10/2009 വേദ എസ് വിനു അല്ലേ? ചെക്ക് ചെയ്തിട്ട് പറയാം, ഒന്ന് ഹോൾഡ് ചെയ്യണം. നമസ്കാരം, കേൾക്കാമോ?
കേൾക്കാം. പേഴ്സണാലിറ്റി നമ്പർ 4, ലൈഫ് പാത്ത് നമ്പർ 7 പൊതുവേ 4ൻ്റെയും 7ൻ്റെയും കൂടിച്ചേരലിന് വലിയ ദോഷമൊന്നുമില്ല. അതുപോലെ ഒരു മാസ്റ്റർ നമ്പറിലാണ് ജനനം. 22 എന്ന് പറഞ്ഞത് ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു എനർജി ഉള്ള ഒരു നമ്പറാണ്. അപ്പോൾ വേദ എസ് വിനു എന്നുള്ളത് വിനു VINU അല്ലേ? VINU അല്ലേ? ഓക്കെ. അപ്പോൾ അത് പേര് കുഴപ്പമൊന്നുമില്ലല്ലോ, പേരിന് ദോഷമൊന്നും ഇല്ല. അപ്പോൾ പേര് ഉപയോഗിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. കുട്ടി ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് തന്നെ പോകാനും ഉയരങ്ങളിലേക്ക് പോകാനൊക്കെയുള്ള എനർജി വേദ എസ് വിനുവിന് ഉണ്ട്. കുറച്ച് എന്താ പറയുക, കുറച്ച് എടുത്തുചാട്ടം അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് എന്താ പറയുക, അതൊക്കെ കുറച്ചും കൂടി പ്രായമാകുമ്പോഴേ അതൊരു പക്വത വരുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു എനർജി ഇതിലുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും കാരിയറിലും ആഗ്രഹിക്കുന്ന രീതിയിലേക്കൊക്കെ ഉയരാനുള്ള എനർജിയും ധാരാളമായിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, കുട്ടി ആഗ്രഹിക്കുന്ന രീതിയിൽ പോകുക. നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ലോജിക്കലായിട്ട്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ലെവൽ, ഇതിലൊക്കെ ഇവർക്ക് പെർഫെക്റ്റായിട്ട് ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അതുപോലെ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ പെർഫെക്റ്റായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ. അതുപോലെ ബിസിനസ്സിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ, അതിലും പെർഫെക്റ്റ്. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, ശരി. അപ്പോൾ ആ പേര് ഓൾറെഡി അവർ നൽകിയിട്ട് ഇരിക്കുന്നത് സപ്പോർട്ടീവാണ്. അപ്പോൾ നമുക്കത് ചിലപ്പം അവർ കുറച്ച് അവരായിരിക്കാം ന്യൂമറോളജിനെ കുറിച്ചിട്ട്. പക്ഷേ എന്നിരുന്നാലും അതിനകത്തുള്ള എനർജിയൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് പണിയുണ്ട്. കേവലം ഏതെങ്കിലും ഒരു ലക്കി നമ്പറാണെന്ന് അറിഞ്ഞിട്ട് പോലും ഒരു പേരിനെ നമുക്ക് ബെസ്റ്റാക്കാൻ വേണ്ടി പറ്റില്ല. അതിന് ഓരോ സംയുക്ത സംഖ്യകൾക്കും വ്യത്യസ്തമായിട്ടുള്ള എനർജിയാണ്. അതിനകത്തുള്ള സംഖ്യകൾക്കും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതൊക്കെ നോക്കിയിട്ടേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ ഈ വേദ എസ് വിനു എന്നുള്ളതിന് H ഇട്ടിട്ടില്ല അവർ. അപ്പോൾ ഈ കേസിൽ H ഇടാത്തത് കൊണ്ട് അവർക്ക് അത് ബെസ്റ്റായിട്ട് വന്നു. അവരുദ്ദേശിക്കുന്ന രീതിയിലേക്ക് തന്നെ ആ പേര് കൊണ്ടുവരാം. സൂര്യൻ്റെ ഒരു നല്ല എനർജിയിലാണ് പേരിരിക്കുന്നത്. ഒപ്പം 4ൻ്റെ എനർജിയിൽ പേഴ്സണാലിറ്റിയും. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നമുക്ക് പൊതുവെ ഒരു ബെസ്റ്റായിട്ടുള്ള എനർജിയാണെന്നേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ ആണ് എന്ന് പറഞ്ഞത്. അപ്പോൾ പ്രേക്ഷകർക്കും ഇതിനെക്കുറിച്ചിട്ട് കുറച്ച് മനസ്സിലാക്കണം എന്ന് കരുതിയിട്ടാണ് ഞാൻ എല്ലാറ്റിനും ഒരു വിശദീകരണം നൽകുന്നത്. കാരണം ന്യൂമറോളജിയിൽ താല്പര്യമുള്ളവരായിരിക്കുമല്ലോ നമ്മുടെ പ്രേക്ഷകർ. നമുക്കൊരു കോൾ ഒന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഇത് ആലപ്പുഴയിൽ നിന്ന് അല്ലേ? ഓക്കെ, പേര് പറയൂ. തോമസ് വർഗീസ് കെ അല്ലേ? തോമസ് വർഗീസ് കെ. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 18/5/1969. ഓക്കെ, അതെ. അപ്പോ തോമസ് വർഗീസ് കെ, പിന്നെ 18/5/1969 അല്ലേ? അതെ. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. ഒന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ, ഇത് നോക്കട്ടെ. എനിക്ക് ഒരു പേരും കൂടെ ഉണ്ട്, 2 പേരുണ്ട് എനിക്ക്. ഓഹോ, ഓക്കെ ഓക്കെ. എന്താണ് രണ്ടാമത്തെ പേര്? റെജി കെ തോമസ്. റെജി കെ തോമസ് അല്ലേ? അതെ. ഓക്കെ, റെജി കെ തോമസ്, പിന്നെ തോമസ് വർഗീസ് കെ അല്ലേ? ഒഫീഷ്യൽ നെയിം തോമസ് വർഗീസ് കെ എന്നാണ്. ഓക്കെ ഓക്കെ. പിന്നെ അത് ാണ് റെജി കെ തോമസ് എന്നറിയുന്നത്. അതെ. എങ്ങനെയാണ് റെജി കെ തോമസ് എങ്ങനെ വന്നു പറഞ്ഞേ? അത് വിളിക്കുന്ന പേര് അല്ലേ? ഓക്കെ, ശരി ശരി. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ, ഇതിന്റെ എനർജി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഒന്ന് ഹോൾഡ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ തന്നെ ഞാൻ പറയാം. ഒന്ന് ഒരു 2 മിനിറ്റ്, 1 മിനിറ്റ് എങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്യും. ഞാനൊന്ന് നോക്കിയിട്ട് പറയാം. ശരി ശരി. ഓക്കെ.
ഹലോ, കേൾക്കാമോ? കേൾക്കാം. റെജി കെ തോമസ് എന്നല്ലേ പറഞ്ഞത്? അതെ അതെ. ഓക്കെ. അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 9, ലൈഫ് പാത്ത് നമ്പർ 3 ആണ്. 9ന്റെയും 3ന്റെയും കൂടിച്ചേരലാണ്. ഈ പേരിന്റെ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു സപ്പോർട്ടീവ് അല്ലാത്ത പേര് തന്നെയാണ്. രണ്ട് പേരിലും അവസ്ഥ അങ്ങനെ തന്നെ. തോമസ് വർഗീസ് കെ എന്നുള്ളത് പിന്നെ 56 2ന്റെ എനർജിയിൽ വരുന്ന ഒരു എനർജിയാണ്. 56. അപ്പോൾ അതെന്താണ്, 9നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എങ്ങനെയും അത് സെറ്റ് ആവില്ല. അത് കുറച്ച് നമുക്ക് കാര്യങ്ങളെ സ്ട്രഗിളിങ് ആക്കി ജീവിതത്തിൽ സ്ട്രഗിളിങ് ആക്കുന്ന ഒരു എനർജിയാണ്. അതേസമയം രജി ജെ തോമസ്, അതാണ് രജി കെ തോമസ് എന്നാണ് പറയുന്നതെങ്കിൽ അതിലാണെങ്കിൽ കുറച്ചുകൂടി സ്ട്രഗിളിങ് കൂടുതലുള്ളതാണ്. ശനിയുടെ എനർജിയാണ്. പിന്നെ അപകടങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ നമുക്ക് പറയേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ഓരോരോ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല ആ ഒരു പേര് വെച്ചിട്ട് പറയാനുള്ളത്. ഞാൻ ഒരുപാട് ഈ പ്രോഗ്രാമിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ 56 എന്നുള്ളൊരു പേര് 9 എന്നുള്ള ഒരു വ്യക്തിക്ക് വരുമ്പോഴേ 9 എന്നുള്ള, അതായത് നിങ്ങൾ 18 ആണല്ലോ എനർജി, അതിന് 9 എന്ന് വരുമ്പോഴേക്കും അത്ര സുഖമായിട്ട് വരില്ല എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോ എന്താണ്, പേരിൽ മാറ്റം വരുത്തണോ? എന്താണ് ഞാൻ പറഞ്ഞത് തന്നെയാണോ അവസ്ഥ? എന്റെ ഒഫീഷ്യൽ നെയിമാണ് തോമസ് വർഗീസ് കെ. അതെ. അപ്പൊ അത് ഞാൻ നോക്കിയിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടല്ല പറയാനുള്ളത് എന്നാണ് പറഞ്ഞത്. അതൊരു ചന്ദ്രന്റെ എനർജിയിൽ വരുന്ന എന്റെ ഡോക്യുമെന്റ്സിലെല്ലാം തോമസ് വർഗീസ് കെ എന്നാണ് അറിയുന്നത്. അതല്ലേ? അപ്പോൾ അതാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വയുടെ എനർജിക്ക് നമ്മുടെ ന്യൂമറോളജി പ്രകാരം ഒരു ഓപ്പോസിറ്റ് വരുന്ന ഒരു എനർജിയിലാണ് പേരിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ല നമ്മുടെ കാര്യങ്ങൾ പോവുക. നമുക്ക് സ്ട്രഗിളിംഗ് ആയിട്ട് കുറേ കാര്യങ്ങൾ വരാനുള്ള സാധ്യതകളാണ് അതിൽ കൂടുതൽ കാണാനും പറയാനുള്ളത് കേട്ടോ. അത് ചന്ദ്രൻ്റെ എനർജിയിലാണ്. അപ്പോൾ അതിന് നമുക്കൊരു നന്മയിലേക്ക് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് മുന്നോട്ട് പോകണം. അങ്ങനെ മാറ്റങ്ങൾ വല്ലതും വരുത്തി നോക്കണോ? മാറ്റങ്ങൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അതിൽ ആ കെ എന്നുള്ളത് ഒഴിവാക്കിയിട്ട് തോമസ് വർഗീസ് എന്ന് മാത്രം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അപ്പോൾ ഒരു മികച്ച പേരാണ്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വരാനൊക്കെ പറ്റും. അങ്ങനെയുള്ളതാണ്. അല്ലാതെ പിന്നെ ഈ രജി കെ തോമസ് എന്ന് പറയുകയാണെങ്കിൽ അതിൽ നമുക്ക് അപകടങ്ങളാണ് കൂടുതലും അതിൽ പതിയിരിക്കുന്നത്, അതിന്റെ എനർജിയിൽ. അതെ. എന്താണ് പറ്റിയത്? എനിക്ക് വണ്ടി ആക്സിഡന്റ് ഉണ്ടായി. പിന്നെ ജോലി സ്ഥലത്ത് വീണ്. ഓഹോ. അതാണ് ശരിക്കും, അതാണ് അപകടം എന്നുള്ളത് അതിൽ ഫസ്റ്റിൽ തന്നെ പറയാനുള്ള ഫലമാണ് പറയേണ്ടത് കേട്ടോ. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ ആ ഒരു പേര് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതും അത്ര നല്ലതല്ല. അപ്പോൾ മുകളിൽ നിന്ന് വീഴുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അപകടമാണല്ലോ അത് നമ്മുടെ ജീവിതത്തില് അല്ലേ? അതാണ് അതിൽ അപകടം എന്നുള്ളത് ഇതിൽ വരച്ച് മുന്നിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ പേരിലും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി വരുമ്പോഴേക്കും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇത് അനുഭവം ഉള്ളത്. ഇനിയിപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുകൂലമായിട്ടുള്ള കാര്യം വരാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അതിലൊരു മാറ്റം വരുത്തുക. ഇതിൽ ഏറ്റവും നല്ല പേര് പിന്നെ ഈ തോമസ് വർഗീസ് എന്ന് മാത്രം ഉപയോഗിച്ച് കെ എന്ന് ഒഴിവാക്കിക്കൊണ്ട് ആ പേരിനെ നമ്മളൊന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. മനസ്സിലായി, സംഭവം മനസ്സിലായി. നമുക്ക് ഓരോ പേരും നമുക്ക് ഇമോഷണലി ആയിട്ടും അല്ലെ നമ്മുടെ പരമ്പരയായിട്ടും ഒക്കെ ബന്ധമുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും. എന്നിരുന്നാലും നമ്മുടെ ജീവിതത്തിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ. അപ്പൊ അത് നോക്കുക. അത് നമുക്ക് അങ്ങനെ വെച്ചുകൊണ്ട് പോകാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലതായി. ഇനി അതല്ലാതെ പിന്നെ എന്താ പറയാ, അല്ലാതെ പിന്നെ പോകുമ്പോഴേക്കും അത് ഒരു അല്ലേ, ഈ അവസ്ഥ അറിയാലോ. ഇത്രയും കാലം നിങ്ങൾ ആ എനർജി വെച്ച് പോകുമ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം തന്നെയാണ് അതിൽ തുടർന്നും പറയാനുള്ളത്. അപ്പോൾ ആ പേരിൽ ഒരു മാറ്റം വെച്ചുകൊണ്ട് പോകാൻ തന്നെയാണ് നിർദ്ദേശം. ഇനി അതല്ല, ഒരു ഏറ്റവും മികച്ച ഒരു പേര് വെക്കാനാണ് താല്പര്യമെങ്കിൽ ഒരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് ചെയ്യുക. അപ്പോൾ അതൊരു ഏറ്റവും നല്ല ഭാഗ്യദായകമാക്കി എടുക്കുന്നതായിരിക്കും ഏറ്റവും നന്നാകുക. പിന്നെ വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? ഈ ചുവപ്പ് എന്നുള്ള കളറ്
എപ്പോഴും ചുവപ്പ് എന്ന കളർ കുറച്ച് ഉപയോഗിക്കുന്നത് ഭാഗ്യത്തിനെ കൊണ്ടുവരും കേട്ടോ. ചുവപ്പ് കളറ് പിന്നെ ഇപ്പം നിങ്ങൾ കളറിലൊക്കെ ഭാഗ്യം ഇതൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ചുവപ്പ് എന്ന കളറ് കുറച്ച് കയ്യിൽ കരുതുന്നത് എപ്പോഴും ഭാഗ്യത്തിനെ കൊണ്ടുവരുന്ന കളറാണ്. പിന്നെ ആ തോമസ് വർഗീസ് കെയിൽ നമുക്ക് തോമസ് വർഗീസ് എന്ന് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റുള്ളൂ, നിങ്ങളത് ഉപേക്ഷിക്കണം എന്നൊന്നും എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ഭാഗ്യമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. തോമസ് വർഗീസ് എന്ന് വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഭാഗ്യത്തിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് കുറേ കൂടി കാര്യങ്ങളെ എളുപ്പമാകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ വിളിച്ചത് പിന്നെ തോമസ് വർഗീസ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എനർജിയിൽ ഫസ്റ്റ് ലുക്ക് തന്നെ നമുക്കത് കാണാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞത്. പേഴ്സണാലിറ്റി നമ്പർ 9, ലൈഫ് പാത്ത് നമ്പർ 3 ഓക്കെ, നമുക്ക് അടുത്ത കോൾ വന്ന് വെയിറ്റ് ചെയ്യേണ്ട. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ, ആരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ. ജസ്നയാണ്. ജസ്ന. ഓക്കെ, സോറി, ജസ്ന എന്നല്ലേ പറഞ്ഞത്? ജസ്മിയാണ്. പറഞ്ഞോ, സ്പെല്ലിംഗ് പറയുമെങ്കിൽ. ഓക്കെ, JASM. ജസ്റ്റ് മിനിറ്റ്. JASM SMIA. ഓക്കെ. AB ഇനീഷ്യൽ AB ആണ്. ജസ്മിയ AB അല്ലേ? AB. ബേബി എന്നുള്ള B. ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 27 ഡിസംബർ 12 1987. 1987. ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ. ഓക്കെ. കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 9, ലൈഫ് പാത്ത് നമ്പർ 1 ആണ്. 9ൻ്റെയും 1ൻ്റെയും കൂടിച്ചേരലാണ്. ഒരു ആക്റ്റീവായിട്ടുള്ള എനർജി ഇതിൽ കാണാനുണ്ട്. എപ്പോഴും ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഇതിനൊക്കെയുള്ള, പ്രത്യേകിച്ച് മീഡിയ പോലുള്ള ഫീൽഡിലൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉയരങ്ങളിലേക്ക് പോകാം. അതുപോലെ പിന്നെ ഡിഫൻസ് മേഖലകളിൽ ഇതിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റുന്ന എനർജിയാണ്. പക്ഷേ നിങ്ങളുടെ ഈ ജസ്മിയ AB എന്ന ആ ഇനീഷ്യൽ അതെ, AB ബിഫോർ ബോൾ അല്ലേ? ബോൾ. ഓക്കെ. അപ്പോൾ പിന്നെ ജസ്മിയ AB എന്നുള്ള പേരും പിന്നെ വളരെ ദോഷമില്ല. പക്ഷേ അതിൽ മനസ്സിനെ നമുക്ക് എപ്പോഴും ഇമോഷണലി നമ്മളെപ്പോഴും ഡൗൺ ആകാനുള്ള സാധ്യതയും ഉണ്ട്. കരിയർ ലെവലിൽ അങ്ങനെ അതിന് ദോഷമില്ല. പക്ഷേ ഇമോഷണലി ഡൗൺ ആവാനുള്ള കാര്യങ്ങളും ആണ് പറയാനുള്ളത്. എന്താണ് അറിയേണ്ടത്? ഞാൻ എന്താ വെച്ചാൽ PSCന്റെ കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ജോലിക്ക് നോക്കുന്നത് എനിക്ക് ടൈം എന്ന് പറയുന്നത് ഒരു 3 വർഷം കൂടി അതിന്റെ PSCന്റെ കോച്ചിങ്ങിന്റെ നോക്കാൻ പറ്റുള്ളൂ. അപ്പം അതിന്റെ ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ട് ജോലിയുടേതായിട്ട് ഗവൺമെന്റ് ജോലിയുടെ നമുക്ക് അനുകൂലമായിട്ടുള്ള സമയങ്ങൾ ഞാൻ പറയാം. ഇപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ പറയാം. അപ്പോൾ പിന്നെ അടുത്ത ഇനി വരാൻ പോകുന്ന ബർത്ത്ഡേ കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാറ്റിനും പിന്നെ ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള അവസ്ഥയിലൂടെ പോകുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കേണ്ട അവസ്ഥയായിട്ട് മാറുന്നതും മനസ്സിന് എപ്പോഴും സ്വസ്ഥത കുറഞ്ഞ അവസ്ഥയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അടുത്ത ഒരു വർഷം, അതായത് നിങ്ങളുടെ ബർത്ത്ഡേ കഴിഞ്ഞ്, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബർത്ത്ഡേയോട് കൂടി തന്നെയാണ് വർഷവും കഴിയുന്നത്. അപ്പോൾ ആ അടുത്ത വർഷം മുതൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നെ അനുകൂലമായിട്ടുള്ള സമയങ്ങളാണ്. എന്താണോ ഈ പ്രാവശ്യം, അതായത് ഈ വർഷങ്ങളിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചത്, അത് നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ഒരു സമയമായിട്ട് വേണം അടുത്ത വർഷത്തിനെ കരുതാൻ വേണ്ടിയിട്ട്. ഈ വർഷം എന്ത് ശ്രമിക്കുമ്പോഴും അതിങ്ങനെ നമ്മൾ കയ്യിൽ നിന്ന് വഴുകി പോകുന്ന ഒരവസ്ഥയും, ഒപ്പം ഫാമിലിയും ആയിട്ട് ഒക്കെ അങ്ങനെ താമസിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ കൂടുതലും കാണുന്നത്.
അപ്പോൾ ഈ ന്യൂമറോളജി പ്രകാരം, അതായത് നമ്മുടെ പേരിൻ്റെ വിസ്മയത്തിൽ നമ്മൾ പേരിനാണല്ലോ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ഉള്ളത്. അപ്പോൾ പേരിൻ്റെ കാര്യം വെച്ചിട്ട് നിങ്ങൾക്ക് ജോബ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോബൊക്കെ നേടാനും സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് അനുകൂല സ്ഥിതിയിലേക്ക് വരാനൊക്കെയുള്ള എനർജി ഇതിൽ കാണുന്നുണ്ട്. പക്ഷെ അതിലും മാനസിക സംഘർഷം വീണ്ടും അതിലുണ്ട്. അപ്പോൾ ഈ മാനസിക സംഘർഷങ്ങൾ അതിൽ എപ്പോഴും കാണാനുണ്ട് എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള മാനസിക സംഘർഷങ്ങൾ നമ്മൾ റിലേഷനിലും വരാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. റിലേഷൻഷിപ്പിൽ അതും കൂടുതൽ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകണം. അതുകൂടി അതിൻ്റെ കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ ഉണ്ട് അതിൽ. ഓക്കെ, അതിന്റെ കൂടെ നല്ല ഇനീഷ്യൽ ടീയോ അങ്ങനെ എന്തെങ്കിലും ആക്കുവാണെങ്കിൽ പറ്റുമോ? തറവാട്ട് പേരിൽ ടി എന്നാണ് എന്റേത്, പക്ഷെ അച്ഛന്റെ അമ്മയുടെ പേരിൽ ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ചിട്ടാണ് AB എന്നിട്ടിരിക്കുന്നത്. ടി എന്നാക്കി കഴിഞ്ഞാലും ഓൾമോസ്റ്റ് വലിയ ഡിഫറൻറ്റ് വരുന്നില്ല. ഇതിനേക്കാണെങ്കിൽ കുറച്ചുകൂടി ബെസ്റ്റ് ആണ് എന്ന് മാത്രം. അച്ഛൻ്റെ പേരിലാണോ B വെച്ചിരിക്കുന്നത്? അതെ, ബേബി എന്നാണ് അച്ഛൻ്റെത്. അമ്മൻ്റെത് അഞ്ജനകുമാരി. ഓക്കെ, അപ്പോൾ അങ്ങനെ മാറ്റം വരുത്തുമ്പോഴും വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല, വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഒന്നുകിൽ നിങ്ങളൊരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്തിട്ട് റെഡിയാക്കി വരുമ്പോഴേക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. PSC ഒക്കെ ചെയ്യുന്ന ആൾക്ക് രജിസ്ട്രേഷനിലും ഇതിലൊക്കെ അല്ലേ, നിങ്ങളെല്ലാം ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടല്ലേ ഇത് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുമ്പോഴേ അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ പേരിൽ എന്തായാലും അങ്ങനെ ജോബ് നേടില്ല എന്നില്ല, പക്ഷെ നമ്മൾ മാനസികമായിട്ടുള്ള സംഘർഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ പറയാനുള്ളത്, ജോബ് നേടിയതിന് ശേഷം അതിലൊരു മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കുക. അതാണ് പറയാനുള്ളത്. എന്തായാലും പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 9, ലൈഫ് പാത്ത് നമ്പർ 1 അപ്പോൾ ഇതിൻ്റെയും ഈ പേരിൽ ഇപ്പോഴുള്ള അവസ്ഥയും വെച്ച് നോക്കുമ്പോഴേക്കും അതാണ് 2-3 കാര്യങ്ങൾ ഞാൻ അതിൽ സൂചിപ്പിച്ചു. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നമുക്കത് പിന്നെ ഒരാളുടെ നമുക്ക് അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി പറ്റില്ല. എല്ലാവർക്കും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ താല്പര്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കാനുള്ള ഒരു സാധ്യത അതിൽ മെയിനായിട്ടുണ്ട്. പിന്നീട് ഈ ഇമോഷൻ, അതായത് നമുക്കെല്ലാം മുന്നിലിറങ്ങി ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന എനർജിയാണ് അത് ജനനം കൊണ്ട്. അപ്പോൾ അവർ മറ്റുള്ളവരെ പോലെ ഒരുപക്ഷെ ശങ്കിച്ച് നിൽക്കാതെ അല്ലേ, ചില ആൾക്കാർ നമ്മളുടെ കൂട്ടത്തിൽ തന്നെ കാണുന്നില്ല, അവർ പെട്ടെന്ന് തന്നെ ഇറങ്ങി അത് ചെയ്യും. അവർക്ക് അങ്ങനെ ഒരു ക്ഷീണം അങ്ങനെ പൊതുവെ അനുഭവപ്പെടാറില്ല. അങ്ങനെയുള്ള ഒരാൾക്കാരുണ്ടാവില്ലേ, അതുപോലെയുള്ളവരാണ്. പക്ഷെ അതിനെ ബ്ലോക്ക് ചെയ്യുന്ന പേര് നൽകി കഴിയുമ്പോഴേക്കും അവർ വളരെ ബുദ്ധിമുട്ടും. കാരണം അവരിറങ്ങുകയും ചെയ്യും, ആഗ്രഹിക്കുന്ന പോലത്തെ അവിടത്തേക്ക് എത്താനും പറ്റില്ല. മറ്റുള്ളവരുടെ ഒരു പക്ഷേ പരിഹാസം അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിന്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? നവീൻ. സംഗീത അല്ലേ? ഓക്കെ, ആരുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്? സംഗീതയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് അറിയണത്. ഓക്കെ, സംഗീത എന്താ സംഗീതയുടെ ഇനീഷ്യൽ എന്താണ്? സംഗീത എ. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ സംഗീതയുടെ. 5/5/5 ഓക്കെ, സംഗീത എ. ഞാൻ ഒന്ന് പറയാം. ഞാനൊന്ന് പറയാം, ഒന്ന് കേൾക്കൂ. സംഗീത എ 5/5/2002 കറക്റ്റ് ആണല്ലേ? ഓക്കെ, ഞാൻ ഒന്ന് നോക്കിയിട്ട് പറയാം. ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടെ. 1 മിനിറ്റ് ഹോൾഡ് ചെയ്യണം കേട്ടോ. ശരി ശരി ശരി.
ആ, പേഴ്സണാലിറ്റി നമ്പർ 5, ലൈഫ് പാത്ത് നമ്പർ 5, 2 തവണ 5 റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു എനർജിയാണ്. പൊതുവെ പിന്നെ കരിയർ ലെവലിലൊക്കെ ഉയരങ്ങളിലേക്ക് പോകാനുള്ള നല്ല സാധ്യതയുള്ള എനർജിയാണ്. ഇപ്പം സംഗീത പിന്നെ എ എന്നുള്ള പേര് ഒരു ആവറേജ് പേരാണ്, ഒരു മോസ്റ്റ് ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേരാണെന്നും പറയാൻ പറ്റില്ല, എങ്കിലും വളരെ ദോഷമുള്ള പേരല്ല എന്നാണ് പറയാനുള്ളത്. ഓക്കെ, ഒരു ആവറേജ് പേര് ആണ്. അതിനെ ബെസ്റ്റ് എന്താണ്? അതെ അല്ലേ, ഓക്കെ. ഞാൻ ജോലിയുടെ സാധ്യത ആ പേര് കുട്ടിയോട് തന്നെ പറഞ്ഞോളൂ. പിന്നീട് ഒരു സമയത്ത് പേരിനെ ഒന്ന് ബെസ്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കൂ, ഏതെങ്കിലും ഒരു ന്യൂമറോളജിസ്റ്റിന്റെ അടുത്തൊക്കെ പോയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോഴത്തെ സമയത്തിന്റെ കാര്യം ഞാൻ ഒന്ന് പറയാം, എന്താണ് അവസ്ഥ എന്നുള്ളത്. ശ്രമിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും അപേക്ഷ എന്തെങ്കിലും കൊടുത്തിട്ടാണോ ഉള്ളത്? അതെയാ. അപ്പോ അടുത്ത പോയിട്ടുണ്ട് അല്ലേ? അപ്പോ ഇപ്പോ PSC പരീക്ഷക്കാണ് അല്ലേ? ഓക്കെ. പ്രൈവറ്റില് അങ്ങനെ ഒന്നും ശ്രമിക്കുന്നില്ല, PSC ആണല്ലേ? ഓക്കെ. ഓക്കെ. അപ്പോൾ ഈ സമയം ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. അടുത്ത വർഷം കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാം നല്ല കാര്യങ്ങൾ. കാരണം അടുത്ത വർഷം കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയമാണ്. നമ്മളത് സംഭവിക്കുന്നല്ല, നമുക്ക് അനുകൂലമായിട്ടുള്ള സമയത്ത് നമ്മൾ കൂടുതൽ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫലം നിശ്ചയമായിട്ടുള്ള കാര്യമാണ്. അതാണ് പറയേണ്ടത്. അപ്പൊ അനുകൂലമായിട്ടുള്ള സമയമാണെന്ന് പറയാം. പിന്നെ പൊതുവെ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായിട്ടൊരു ക്ലേശത്തിലേക്ക് പോകുന്നുമില്ല. അവരാഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഉയർന്നു വരിക തന്നെ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ കാലഘട്ടത്തിൽ അങ്ങനെ ജോലി അങ്ങനെ ചിന്തിച്ച് ടെൻഷൻ അടിക്കണ്ട. ഇത് നമുക്ക് ഫസ്റ്റ് ലുക്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരാഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഉയർന്നു വരിക തന്നെ ചെയ്യും. അപ്പോൾ അടുത്ത വർഷം കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയമാണ്. അപ്പോൾ അതിന് ഇപ്പം PSC ഓക്കെ, അതിന് കിട്ടിയില്ലെങ്കിലും പ്രൈവറ്റിലായാലും നിന്നിട്ട് അല്ലേ, PSCയുടെ സമയത്ത് ലീവ് എടുത്തിട്ട് പോകുക, അങ്ങനെയൊക്കെ അല്ലേ ചെയ്യേണ്ടത്. ആ സമയത്തൊക്കെ ശ്രമിക്കുക. എന്തായാലും ആഗ്രഹിക്കുന്ന പോലെ ജോബൊക്കെ നേടുക തന്നെ ചെയ്യും. അതാണ് അതിന് പറയേണ്ടത്. പിന്നെ ഈ സംഗീത എന്നുള്ള പേരിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുട്ടിയോട് സൂചിപ്പിക്കുക. അത് ന്യൂമറോളജിസ്റ്റിന്റെ അടുത്തോ ഇനി എവിടെയെങ്കിലും പോയിട്ട് അത് ചെയ്ത്. എന്താണ് അച്ഛന്റെ പേര് പറയൂ? അച്ഛന്റെ പേര് സന്തോഷ്, നമ്മുടെ പേര് ലത. ഓക്കെ ഓക്കെ, അന്ന് ഞാൻ നോക്കാം. സംഗീത സന്തോഷ് എന്നാക്കി കഴിഞ്ഞാൽ നല്ലൊരു പേരായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങളെ കൂടുതൽ എളുപ്പമാക്കും. ആഗ്രഹിക്കുന്ന പോലെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു സ്ഥലത്തേക്ക് അല്ലെ, ആഗ്രഹിക്കുന്ന പോലെ തന്നെ എത്തിച്ചേരാൻ വേണ്ടി പറ്റും. അപ്പോൾ പേരിൽ മാറ്റമൊന്നും വരുത്തണ്ട. അതിന്റെ കൂടെ അച്ഛന്റെ പേര് മുഴുവനായിട്ട് അങ്ങ് ചേർക്കുക. സംഗീത സന്തോഷ് എന്ന് നോക്കുമ്പോൾ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള പേരാണ്, ശുക്രന്റെ എനർജിയിലുള്ള പേരാണ്. ആഗ്രഹിക്കുന്ന പോലെയൊക്കെ നേടി വരാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ അടുത്ത വർഷം കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് കാണുന്നത്. ഓക്കെ, എന്തായാലും പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചത് സംഗീതയുടെ ഫാദറാണ്. അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 5/5/2002 അപ്പോൾ അത് കൂട്ടി വരുന്നതും വീണ്ടും 5 അപ്പോൾ 5 വരുന്നത്. അപ്പോൾ അതിന് ഒരു പവർഫുള്ളായിട്ടുള്ള പേര് കൂടി വേണം, എങ്കിൽ മാത്രമേ ഒരു ലീഡിങ് എനർജിയിലേക്ക് വരാൻ വേണ്ടി പറ്റുള്ളൂ. 5 സാമ്പത്തികപരമായിട്ടൊക്കെ അവർക്ക് ഉയരങ്ങളിലേക്ക് വരാനൊക്കെ പറ്റുമെങ്കിലും അതിലത്തെ മെയിൻ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ലീഡറായിട്ട് മുന്നോട്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. എല്ലാവരും ലീഡർ ആവുമെന്നല്ല അതിൻ്റെ അർത്ഥം, എങ്കിലും നമ്മളെ ജീവിതത്തിനെ നയിച്ചു കൊണ്ടുപോകാൻ നമുക്ക് ഒരു വഴി, ഒരു ലക്ഷ്യം വെച്ചിട്ട് നമുക്ക് പോകണ്ടേ. അപ്പോൾ അങ്ങനെയുള്ള ആ സംഭവം എന്താ പറയുക, നമുക്ക് മുന്നോട്ടുള്ള കാഴ്ച ഇല്ലാതെ നമ്മൾ ആ ചെയ്യുന്ന സ്ഥലത്ത് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്ന ഒരു എനർജിയാണ്. അതിന് ബെസ്റ്റ് ഒരു പേര് വേണം. അത് പൊതുവെ ഭാഗ്യദായകമാണ് എന്ന് വെച്ചിട്ട് അവർക്ക് വലിയ ഉപദ്രവങ്ങൾ അങ്ങനെയല്ല,
പക്ഷെ എന്നിരുന്നാലും മാനസിക സംഘർഷം ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് അതിൽ കാര്യങ്ങൾ പറയേണ്ടത്. പൊതുവേ ന്യൂമറോളജിയിൽ ഒരു നല്ല നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നല്ല നമ്പറാണ് 5. പക്ഷേ 5 തന്നെ വീണ്ടും ആവർത്തിച്ച് വരുമ്പോഴേക്കും 5നും 5ൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ട്. ലീഡിങ് ഒരു മുൻനിരയിൽ നിൽക്കാനുള്ള ഒരു പ്രശ്നമുണ്ട്. എപ്പോഴും ആൾക്കാരുടെ ഇടയിൽ നിന്ന് അവർക്ക് ബെസ്റ്റ് ആവാനും സാധിക്കും. അപ്പോൾ നമുക്ക് പിന്നീടും അവസരങ്ങളിൽ പറയാം ഇതിനെക്കുറിച്ചിട്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ വന്നിട്ടുണ്ട്. നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? അമ്പിളിയാണ് സംസാരിക്കുന്നത്. അമ്പിളി അല്ലേ? ഓക്കെ. അമ്പിളിയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? എന്റെ കാര്യം അറിയാൻ വേണ്ടിട്ടാ. ഓക്കെ. അമ്പിളി ഇനീഷ്യൽ എന്താണ്, അല്ലെങ്കിൽ സർനെയിം? എ എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? അമ്പിളി എ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ അമ്പിളിയുടെ. ഡേറ്റ് ഓഫ് ബർത്ത് 5/4/77. 5/4/77 അല്ലേ? കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 5, ലൈഫ് പാത്ത് നമ്പർ 6 ആണ്. 5ൻ്റെയും 6ൻ്റെയും കൂടിച്ചേരലാണ്. അപ്പോൾ ഈ ഒരു കൂടിച്ചേരൽ പൊതുവെ നല്ലതാണ്. പക്ഷെ പേര് ഒരു കാർമിക് എനർജിയിലാണ് ഉള്ളത്. കഠിനാധ്വാനം, വർക്ക് ചെയ്യേണ്ട അവസ്ഥ, അതിന് ഒരു വിചാരിച്ചത്ര ഫലമില്ലാത്ത അവസ്ഥ, അങ്ങനെയൊക്കെയാണ് പേരിൻ്റെ എനർജിയിൽ കാണുന്നത്. അപ്പോൾ പേരിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് തന്നെയായിരിക്കും നല്ലത് കേട്ടോ. ആ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അത്ര ആ ഒരു ഗുണം ആ പേരിന് കിട്ടുന്നില്ല. അതിന് അമ്പിളി എന്നുള്ള പേര് മോശമാണെന്നോ അല്ല, നമ്മളതിൻ്റെ ടോട്ടൽ എനർജിയാണ് നോക്കുന്നത് കേട്ടോ. ഈ എ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്താണ്? അപ്പുക്കുട്ടൻ എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഒന്ന് നോക്കാം. പേര് അങ്ങനെയാ. പിന്നെ ഭർത്താവിന്റെ പേര് അനിൽകുമാർ. അനൂപ്. എന്നാ പിന്നെ അനൂപ് കുമാർ എന്നുള്ളതൊന്ന് വെച്ച് നോക്കാം എങ്ങനെ ആവുന്നുണ്ട് എന്നുള്ളത്. അനിൽകുമാറാണ്. അനിൽകുമാറാ അനൂപ് കുമാറാ? അനിൽ. അനിൽ അനിൽ അനിൽ. ANIL. അതെ, അമ്പിളി അനിൽകുമാർ ഇതിലും ബെസ്റ്റ് ആയിട്ടുള്ള പേര് തന്നെയാണ് കേട്ടോ. അമ്പിളി അനിൽകുമാർ എന്ന് വെക്കുമ്പോഴേക്കും കാര്യങ്ങൾ അനുകൂലമാകും. സൂര്യൻ്റെ എനർജിയിലുള്ള നല്ലൊരു പേരാണ്. അപ്പോൾ നമുക്ക് അധികം ഇത് നിങ്ങൾക്ക് ഒരു എളുപ്പം മാർഗം കൂടിയാണ്. കാരണം ഈ ബാക്കിയുള്ള പേരൊക്കെ മാറ്റാൻ ഗസറ്റഡ് വിജ്ഞാപനമൊക്കെ ചെയ്യേണ്ടി വരും. ഹസ്ബൻഡിൻ്റെ പേരിടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റും ആധാർ കാർഡുമായിട്ട് പിന്നെ കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ, അക്ഷയയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ അപ്ഡേറ്റ് ചെയ്ത് തരും. ഒരു പണിയുമില്ല, കമ്പ്യൂട്ടർ ചാർജ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അമ്പിളി അനിൽകുമാർ എന്നുള്ള പേര് ആക്കി എടുക്കുക. അപ്പോൾ അത് ഒരു ഭാഗ്യദായകമായിട്ടുള്ള പേരാണ്. ഇപ്പോഴുള്ള ആ ഒരു കാലതാമസം, പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതിലേക്ക് എത്താനുള്ള കൂടുതലുള്ള ആ കഷ്ടം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവായി നമുക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകുന്ന ഒരവസ്ഥ അതിലുണ്ടാവും. അപ്പോൾ അത് കൂടുതൽ പിന്നെ നമുക്ക് അനുകൂലമാക്കിയിട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ പേരിനെ മാറ്റുക. അപ്പോൾ അതൊരു മികച്ച ഒരു പേരാവും. അപ്പോൾ പേരിൽ നമുക്ക് കാര്യമായിട്ട് അമ്പിളി എന്നുള്ള പേര് മാറ്റുന്നുമില്ല. അപ്പോൾ അതിൻ്റെ എനർജി മാറി കാര്യങ്ങൾ അനുകൂലമാകും. പിന്നെ ലൈഫ് ഒരു കാലഘട്ടത്തിന് ശേഷം മറ്റൊരു ദിശയിലേക്ക് മാറുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. പിന്നെ വേറെ എന്താണ് അറിയേണ്ടത് അമ്പിളിക്ക്? എന്റെ മോന്റെ കാര്യം കൂടി ഒന്ന് അറിയണമെന്നുണ്ടായിരുന്നു. മോന്റെ കാര്യം നമുക്ക് അടുത്ത് ഒരു പ്രാവശ്യം നമുക്ക് ഒരാളുടെ നോക്കാം. ഒരു കാര്യം പറയാം. അപ്പൊ ഞാൻ കുറച്ച് നാളായിട്ട് കുറെ കഷ്ടതകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിക്കുകയാണ്. അപ്പൊ അതാണ് ഞാനൊന്ന് വിളിച്ചത്. അപ്പം ഇനി മുന്നോട്ടുള്ള കാര്യങ്ങള് അപ്പോൾ ഈ നമുക്കിപ്പോ മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേര് വെച്ച് പോകുമ്പോഴേക്കും വലിയ വ്യത്യാസം വരുന്നില്ല. നമുക്ക് നല്ലൊരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേരാണ് ഉപയോഗിച്ച് പോകുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മാറ്റം വരും. അതായത് നമുക്ക് ഈ ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് അല്ല. നമുക്ക് കർമ്മം കൊണ്ട് കർമ്മഫലത്തിനെ മാറ്റാൻ വേണ്ടി പറ്റും. ഞാൻ സ്ഥിരമായിട്ട് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ മാറ്റം വരുത്തിക്കൊണ്ട് ഭാവിയെയും മാറ്റം വരുത്തുക.
ഇത് ഇങ്ങനെ പേര് ഇതില് എങ്ങനെ ഗസറ്റഡ് ആയിട്ട് വന്നിട്ടില്ലെന്നേ ഉള്ളു. അല്ലെങ്കിൽ എന്നെ പുറത്ത് അങ്ങനെ അറിയും അമ്പിളി അനിൽകുമാർ എന്നുള്ള പേരിൽ. അങ്ങനെ അത് ഒന്ന് ഇതുകൂടി റെക്കോർഡിക്കലി അങ്ങോട്ട് മാറ്റുക. എന്നിട്ട് എല്ലാ സ്ഥലത്തും സൈൻ ചെയ്ത് നമ്മളെ എങ്ങനെ അടയാളപ്പെടുത്തുന്നു അതാണ് നമ്മുടെ യഥാർത്ഥ പേര്. കാരണം നമ്മൾക്ക് എന്ത് പേരുണ്ടെങ്കിലും നമ്മളെ അടയാളപ്പെടുത്തുന്നില്ലെങ്കിൽ നമ്മളെ എനർജി വരില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം അച്ഛൻ്റെ പേര് എന്താണെങ്കിലും നമ്മൾ അച്ഛനല്ലേ വിളിക്കുള്ളൂ, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ വിളിക്കുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ IAS ഓഫീസറായ ഒരു മകനെ പോലും വീട്ടിൽ ഒരു പക്ഷേ മോനെ കുട്ടാന്നേ വിളിക്കുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അത് വിളിക്കുന്നതിലല്ല, അദ്ദേഹത്തിനെ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് അതിലാണ് കാര്യം. അപ്പോൾ നമ്മളെ എങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. വിളിക്കുന്നതിൽ എനർജി വേരിയേഷൻ ഉണ്ട്, ഓരോ സ്ഥലത്തും നമ്മുടെ എനർജി മാറുന്നുണ്ട്, അത് ചെറിയ തോതിലാണ്. പക്ഷെ നമ്മുടെ ലൈഫിനെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതകാലത്തിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ആ റെക്കോർഡിക്കലി അങ്ങോട്ട് മാറ്റിയിട്ട് റെഡിയാക്കണം. അപ്പോഴെന്താ, നമുക്ക് എവിടെയും നമുക്ക് ഒരു സ്ഥലത്ത് ഈവൻ നിങ്ങളൊരു സ്ഥലത്ത് പേരെഴുതി സൈൻ ചെയ്യണം എന്ന് പറയുമ്പോൾ തന്നെ അമ്പിളി അനിൽകുമാർ എന്ന് എഴുതിയിട്ട് വേണം സൈൻ ചെയ്യാൻ. അപ്പോൾ ആ ഒരു എനർജിയാണ് നമ്മളെ എപ്പോഴും പിന്നീട് ഫോളോ ചെയ്യുന്നത്. അത് എത്ര ആളുടെ അടുത്തേക്ക് എത്തുന്നു അതിനനുസരിച്ചിട്ട് ആ എനർജിയും നമ്മളിലേക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ. പൊതുവെ 13 എന്ന നമ്പറിനൊരു പ്രത്യേകതയുണ്ട്, അത് കാർമിക് എനർജിയാണ്. അത് പലതരം ചൈനീസുകാർ വേറൊരു തരത്തിൽ ഓരോരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് അതിനുള്ളത്. എങ്കിലും ന്യൂമറോളജി പ്രകാരം പറയാനുള്ളത് കാർമിക് എനർജിയാണ്. അതായത് കർമ്മത്തിൽ നമ്മൾക്ക് എന്തോ മിസ്റ്റേക്ക് പറ്റിക്കൊണ്ട് ആ കർമ്മഫലം വീണ്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഈ 13 എന്ന എനർജീനെ നമ്മൾ പറയാം. അപ്പോൾ അവർക്ക് ഈ കർമ്മങ്ങൾ കൊണ്ട് എപ്പോഴും പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ കൃത്യമായിട്ട് അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് ആ ഒരു എനർജീനെ നമ്മൾ മുന്നിൽ വെച്ചിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് പേരിൻ്റെ കാര്യത്തിൽ വരുമ്പോഴുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. അല്ലാണ്ട് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ വരുന്നതല്ല. കാരണം ഇത് പ്രേക്ഷകർ എല്ലാവരും കേൾക്കുന്നത് കാരണം അങ്ങനെ തെറ്റിദ്ധരിക്കരുത് എന്നാണ് പറയുന്നത്. ഒരാളുടെ പേരിൽ വരുമ്പോഴാണ് നമുക്കത് പറയേണ്ടത്. അപ്പോൾ ആ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവും. എന്നിരുന്നാലും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ മികവ് കൊണ്ട് ഒരുവിധം ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾക്ക് ചെയ്ത് മുന്നോട്ട് പോകാനും സാധിക്കും. അതായത് ഒരു സാധാരണക്കാരുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നതിനെ കൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും എല്ലാവർക്കും അങ്ങനെയല്ലേ, ഇങ്ങനെ തടസ്സങ്ങൾ വരുന്നു പക്ഷേ നിങ്ങൾക്ക് ഒന്നും കൂടി കൂടുതൽ തടസ്സം വന്ന് അവസാനം നിങ്ങളുടെ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അനുകൂലം കൊണ്ട് അതൊന്ന് ശരിയായിട്ട് വരുമെന്ന് മാത്രം. അപ്പോൾ അതിൽ മാറ്റം വരുത്തിക്കൊണ്ടുമാവാം, ജീവിതം എളുപ്പമാകും, കാര്യങ്ങൾ കൂടുതൽ വേഗതയിൽ അനുകൂലമായിട്ട് വരും കേട്ടോ. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. അപ്പോ ഓക്കെ സന്തോഷം. ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം മകന്റെ കാര്യമായിട്ട് വിളിക്കും. ഓക്കെ ശരി. അപ്പൊ അമ്പിളിയുടെ കാര്യം, ആ പേഴ്സണാലിറ്റി ഇന്ന് വിളിച്ച ഒട്ടുമിക്ക ആൾക്കാരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് കൂടുതലും മികച്ചതായിരുന്നു. പേരിലായിരുന്നു ബ്ലോക്ക് ഉണ്ടായിരുന്നത്. അധിക ദിവസവും പേര് ഒരുവിധം കുഴപ്പമില്ലാതെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു മോശം ഉണ്ടാവാറ്. ഇന്ന് കൂടുതൽ ആളുടെയും മികച്ച ഡേറ്റ് ഓഫ് ബർത്തുള്ള ആൾക്കാരാണ് വിളിക്കുന്നത്. പക്ഷെ പേര് അവരെ ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു കോൾ വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിന്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് സാജൻ. സാജൻ. ഓക്കെ. സാജന്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? അല്ലല്ല, മോളെ കാര്യമാണ്. മോളുടെ പേര് പറയൂ. മോളുടെ പേര് അത്രയ. ഇനീഷ്യൽ സെക്കൻഡ് നെയിം പി എന്ന് മാത്രം. ഓക്കെ. ഓൾ റൈറ്റ്. ഓക്കെ. അത്രയ ഒന്ന് സ്പെല്ലിംഗ് പറയാമോ അതിന്റെ? HRAYA അല്ലേ? ഓക്കെ ശരി. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 10/9/19. 10/9/2019. 10/9/2019 അല്ലേ? ഒന്ന് ചെക്ക് ചെയ്യട്ടെ, ഒന്ന് ഹോൾഡ് ചെയ്യണം. കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 1, ലൈഫ് പാത്ത് നമ്പർ 4. 1ന്റെയും 4ന്റെയും കൂടിച്ചേരലാണ്. പൊതുവെ വലിയ കുഴപ്പമില്ല പറയാൻ. പക്ഷെ പേരിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ. പക്ഷേ അതിനകത്ത് ഒരു 60% നല്ല പേരാണെന്ന് പറയാം. ഓക്കെ.
അപ്പോൾ അതിനെ ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക, ബെസ്റ്റ് ആക്കാൻ വേണ്ടി എന്തിനാണ് വിളിച്ച് പേരിന്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലേ? ഒന്ന് നോക്കണ്ട പോലെ. ഓക്കെ. നമ്പർ എത്രയാ പറഞ്ഞ? 4. പേഴ്സണാലിറ്റി നമ്പർ 1, ലൈഫ് പാത്ത് നമ്പർ 4 1ന്റെയും 4ന്റെയും വളരെ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള എനർജി തന്നെയാണ്. 1 4 കൊടുക്കാം. 1 4 എനർജിയാണ് ഡേറ്റ് ഓഫ് ബർത്തിൽ. ഇപ്പോൾ പേരിന്റെ എനർജിയിൽ ഇപ്പം 5 കാണുന്നത്. 5 അധികം നമുക്ക് അതിന്റെ അകത്തുള്ള എനർജിയൊക്കെ നോക്കുകയാണെങ്കിൽ അത്ര ബെസ്റ്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതിനൊന്ന് ബെസ്റ്റ് ആക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ അതിനൊരു ചെറിയൊരു ഓപ്ഷൻ എനിക്ക് പറയുകയാണെങ്കിൽ ഒരു എ എന്നുള്ള ഒരു ലെറ്റർ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ ബെസ്റ്റാണ്. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു ബെസ്റ്റ് ആയിട്ടുള്ള പേരായിട്ട് വരും. പിന്നെ വേറെ എന്താണ് അറിയേണ്ടത്? അപ്പൊ അത് ഏന്ന് ആഡ് ചെയ്യുമ്പോഴേക്കും ഒന്നിക്കില്ല ആത്രയ എന്നാകും, ആത്രയ പി എന്നാകും. അപ്പൊ അത് ഓക്കെ ആണോ എന്നുള്ളതാണ്. ഇനി അതല്ല തന്നെ ഇപ്പൊ ഞാൻ അതില് സാജൻ എന്നാണല്ലോ ഫാദറിന്റെ പേര് അല്ലേ? അപ്പോൾ സാജൻ ആഡ് ചെയ്യുമ്പോഴും അത് നമുക്ക് അത്ര ബെസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. ഓക്കെ, സാജൻ വരുമ്പോഴും വരുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു എ എക്സ്ട്രാ ഇട്ടിട്ട് പിന്നെ പി തന്നെ ഇനിഷ്യൽ തന്നെ വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അമ്മയുടെ പേരെന്താണ് കുട്ടിയുടെ? അമ്മേന്റെ പേര് നിഷ. നിഷ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഒന്നുകിൽ NS എന്നാക്കുക പേര്. ആത്രയ ഒരു എ ആഡ് ചെയ്യണം. അപ്പോൾ ആത്രയ NS എന്നാക്കി കഴിഞ്ഞാലും മികച്ച പേരാണ്. ഇനി ആത്രയ പി എന്നാക്കി കഴിഞ്ഞാലും നല്ല പേരാണ് കേട്ടോ. അപ്പോൾ അത് കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് ആയിട്ട് ഉള്ള പേരാണ്. ഇപ്പോൾ 2 തരത്തിൽ ഉപയോഗിക്കാം. എന്തായാലും ഒരു എ എക്സ്ട്രാ ആഡ് ചെയ്യണം. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ ഓക്കെ. അപ്പോൾ അതാണ് ഒരു കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1 4 ആണ്. 1 4 പൊതുവേ നമുക്ക് ബിസിനസ്സിൻ്റെ കാര്യത്തിലും ഇനി അതല്ല അഡ്മിനിസ്ട്രേഷൻ ലെവൽ അങ്ങനെ ഉയർന്ന ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ ഗവൺമെൻറ് ജോബ് ഇതിനൊക്കെ സാധ്യതയുള്ള ഒരു നല്ല എനർജിയാണ്. അപ്പോൾ അതിന് ആദ്യമേ ഒരു അനുകൂലമായിട്ടുള്ള പേര് കൂടി ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് അവർക്ക് എളുപ്പം എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന രീതിയിലേക്കൊക്കെ പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പോൾ ഉള്ളതിന് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ അതിനകത്തുള്ള എനർജി കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട് അതിൽ. അപ്പോൾ എല്ലാ ലെറ്ററിൻ്റെ ഘടനകളും നോക്കാനുണ്ട്. അപ്പോൾ അതിനകത്തുള്ള എനർജീസിനാണ് അതിൽ ഒരു ചെറിയ പ്രോബ്ലം വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ ബെസ്റ്റാക്കി നമ്മൾ. അപ്പോൾ അതൊരു നല്ല പേരായിട്ട് വരുന്നുണ്ട്. അകത്തുള്ള എനർജീനെ നമ്മൾ ഗുരുവിൻ്റെ എനർജിയിലാക്കിയിട്ടുണ്ട്. അതും ബെസ്റ്റാണ്. ടോട്ടൽ എനർജി അല്ല, അകത്തുള്ള. അപ്പോൾ എന്തായാലും അപ്പോൾ അത് ബെസ്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് കോള് എന്താണെന്ന് നോക്കാം. നമുക്ക് ലാസ്റ്റ് കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. പേരിന്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ബേബി മണികണ്ഠൻ. ബേബി മണികണ്ഠൻ അല്ലേ? ഓക്കെ. ബേബി മണികണ്ഠന്റെ കാര്യമാണ് അറിയേണ്ടത് അല്ലേ? അല്ലല്ല, മോന്റെ കാര്യമാണ്. മോന്റെ കാര്യം. ഓക്കെ, മോന്റെ പേര് പറയാം. മഹേഷ്. എന്താണ്? മഹേഷ്. മഹേഷ്. മഹേഷ് എന്ന് മാത്രം. മഹേഷ് മണികണ്ഠൻ. മഹേഷ് മണികണ്ഠൻ. മഹേഷ് മണികണ്ഠന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 5/9/2002. 5/9/2002. ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ നോക്കിയിട്ട് പറയാം. ശരി. ഹലോ, കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 5, ലൈഫ് പാത്ത് നമ്പർ 4 5ന്റെയും 4ന്റെയും കൂടിച്ചേരലാണ്. പൊതുവെ നല്ലൊരു കൂടിച്ചേരലാണ് കേട്ടോ പറയേണ്ടത്. ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ മഹേഷ് മണികണ്ഠൻ എന്നുള്ള പേര് പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള ഒരു എനർജി ഒന്നുമില്ല. ഒരു ആവറേജ് ആയിട്ടുള്ള പേരായിട്ടേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതാണ് പറയേണ്ടത്. ആ പേരിലുള്ള ഒരു നല്ല മാറ്റം വരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. മഹേഷ്. അമ്മയുടെ പേരെന്താണ്? ബേബി. ഓക്കെ.
ഇപ്പോൾ ബി എന്ന് വെച്ചിട്ടും മികച്ചൊരു പേര് ആകുന്നില്ല, പക്ഷേ ഓക്കെ. ഇപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 5 ലൈഫ് പാത്ത് നമ്പർ 4 വിദ്യാഭ്യാസപരമായിട്ട് അനുകൂലമാക്കിയിട്ട് കൊണ്ടുപോകാം ആഗ്രഹിക്കുന്ന രീതിയിൽ പിന്നെ ബുദ്ധിപരമായിട്ട് എന്നെ എപ്പോഴും ആ പ്ലാനിങ് അനുസരിച്ചിട്ട് പോകാനുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള എനർജി അതിലുണ്ട്. പേര് ഞാൻ പഠിപ്പിന്റെ വിചാരിച്ച പോലെ അവന്റെ കാര്യങ്ങള് പഠിപ്പിലൂടെ കാരണം ആ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം പറയാനുള്ളത് ഭയങ്കര ലോജിക്കലായിട്ട് നല്ല ഐഡിയപരമായിട്ട് കാര്യങ്ങളെ കൊണ്ടുപോകാനുള്ള ഒരു എനർജി അതിലുണ്ട്. പക്ഷേ നിങ്ങൾ ഇട്ടിരിക്കുന്ന പേര് അത്ര അതിനെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. അതിന് ഒരു അതിൽ കൂടുതൽ ഇമോഷണലി ബാഡ് ആക്കുന്ന ഒരു എനർജി ഉള്ള പേരാണ് ഉള്ളത്. അപ്പോൾ ഈ മണികണ്ഠൻ എന്നുള്ള പേര് ഞാൻ ഓക്കെ അതിൽ ഞാൻ മാറ്റം വരുത്താൻ വേണ്ടി നോക്കി, പക്ഷെ അതിലൊന്നും ബെസ്റ്റ് ആക്കാൻ വേണ്ടി പെട്ടെന്ന് പറ്റുന്നില്ല. അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പോൾ അത് നിങ്ങളിനി 100% ഒരു ബെസ്റ്റ് ആയിട്ടുള്ള പേര് തന്നെ ആക്കണമെങ്കിൽ ഒരു ന്യൂമറോളജിസ്റ്റിന്റെ അടുത്ത് തന്നെ പോയിട്ട് ചെയ്യാം. അപ്പോൾ പഠിത്തത്തിന്റെ കാര്യത്തിലൊക്കെ ഉഷാർ തന്നെയല്ലേ? പഠിത്തത്തിന്റെ കാര്യത്തിൽ ഇപ്പം കുറച്ച് ദിവസം ലീവ് എടുത്തിട്ടുണ്ട്. അത് പഠിത്തം എങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് കാര്യങ്ങള് ഓൺലൈനിൽ വരുമെന്നാണ് ചോദിക്കണത്. അപ്പൊ ഈ പേര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പഠിപ്പിന്റെ കാര്യത്തിലും ബുദ്ധിപരമായിട്ടുള്ള കാര്യത്തിലും ഒക്കെ ഇവർക്ക് സപ്പോർട്ടീവ് ആണ്. ബിസിനസിന്റെ കാര്യത്തിൽ ഇതിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എനർജി ആണെങ്കിലും പേര് അതിന് തടസ്സം നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യം സൂചിപ്പിച്ചു. അപ്പോൾ അത് അവരൊന്ന് ബെസ്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ലൊരു ന്യൂമറോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് തന്നെ അതിനൊന്ന് ബെസ്റ്റ് ആക്കിക്കൊണ്ട് കാര്യത്തിനെ അനുകൂലമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ പിന്നെ വിദ്യാഭ്യാസപരമായിട്ടും അത് കഴിഞ്ഞിറങ്ങി കഴിഞ്ഞാലും പിന്നെ എല്ലാം ഉയരങ്ങളിലേക്ക് പോകാനുള്ള എനർജി അതിലുണ്ട്. അപ്പോൾ ആ പേരിന്റെ ആ തടസ്സം ഒന്ന് റെഡിയാക്കിയിട്ട് മുന്നോട്ട് പോകാനാണ് ചെയ്യാൻ പറയുന്നത്. അത് ഒരു ന്യൂമറോളജിസ്റ്റിന്റെ അടുത്ത് തന്നെ നമ്മൾ പോകേണ്ടത്. എൻ്റെ അടുത്ത് നിങ്ങൾ കൺസൾട്ടേഷൻ ചെയ്യണമെങ്കിൽ ഈ പ്രോഗ്രാമിന്റെ ലാസ്റ്റിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, എൻ്റെ പേഴ്സണൽ നമ്പർ. ഇനി അതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന നല്ല ന്യൂമറോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് അതിനെ ഏറ്റവും ബെസ്റ്റ് ആക്കിയിട്ട് ചെയ്യാം. ഓക്കെ, അതാണ് ചെയ്യാനുള്ളത്. ഓക്കെ, എന്തായാലും പ്രോഗ്രാമിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, അപ്പോൾ പിന്നെ പേഴ്സണാലിറ്റി നമ്പർ 5 ലൈഫ് പാത്ത് നമ്പർ 4. അപ്പോൾ 5ൻ്റെയും 4ൻ്റെയും പിന്നെ കൂടിച്ചേരൽ പൊതുവെ ബെസ്റ്റായിട്ടുള്ള ഒരു കൂടിച്ചേരലാണ് അല്ലേ? നമുക്ക് ന്യൂമറോളജീനെയൊക്കെ നോക്കുന്ന ആൾക്ക് മനസ്സിലാവും. ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി നമ്പർ 5 ലൈഫ് പാത്ത് നമ്പർ 4. അപ്പോൾ അതൊരു പവർഫുള്ളായിട്ടുള്ള നമ്മൾ പലപ്പോഴും ഈ ഡൊണാൾഡ് ട്രംപ് എന്ന ആ ഒരു എനർജി വരുമ്പം ആൾക്കാർ കുറച്ചെങ്കിലും തമാശ പോലെയൊക്കെ അദ്ദേഹത്തിന് എടുക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഈ ന്യൂമറോളജി പ്രകാരം നോക്കുമ്പോൾ വളരെ ബ്രില്യൻ്റ് ആണ് അല്ലേ? യഥാർത്ഥത്തിൽ എത്രയോ കോടീശ്വരന്മാർ അല്ലെ ബിസിനസ്സിൽ കോടീശ്വരന്മാരുണ്ട്. ആ ബിസിനസ്സിൻ്റെ ബിസിനസ്സിൽ ആ ലെവലിലേക്ക് പോകാൻ തന്നെ ഒരു കഴിവാണ്. ഇനി ആ കഴിവ് വെച്ചുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പദവിയിലേക്ക്, അത് ഈ വേൾഡിൽ ഇപ്പോഴത്തെ നമ്മളെ യൂണിവേഴ്സിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു USA എന്ന് പറഞ്ഞ ആ ഒരു രാജ്യത്തിൻ്റെയൊക്കെ ടോപ്പിലേക്ക് വരാൻ അദ്ദേഹത്തിൻ്റെ ആ മൈൻഡ് സെറ്റ്, അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അത് 2ാം തവണയും വരുന്നതിൽ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴേക്കും അതൊരു വളരെ പവർഫുള്ളായിട്ടുള്ള എനർജിയാണ്. വളരെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു എനർജിയാണ്. പക്ഷേ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നും ഉണ്ട്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. എന്തായാലും ഇന്ന് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം: 80 86 89 70 30. ഇനി ആർക്കെങ്കിലും എന്നെ പേഴ്സണലായിട്ട് കൺസൾട്ടേഷൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പർ കൂടി ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്: 62 38 68 18 81 6238681881. ഇതാണ് എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ. ഇത് കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കോൺടാക്റ്റ് ചെയ്യാവൂ. എന്തായാലും അടുത്തൊരു നല്ല എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.